2020 ലോകകപ്പ് കിരീട പോരാട്ടത്തിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് കലാശ പോരാട്ടം നടക്കുക. അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയം സമീപകാലത്ത് ഇന്ത്യക്ക് അത്ര നല്ല ഓർമ്മകളല്ല നൽകിയിട്ടുള്ളത്. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് ഇതേ ഗ്രൗണ്ടിലായിരുന്നു. ഈ ടൂർണമെന്റിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 70 റൺസിന് പരാജയപ്പെട്ടതും ഇതേ ഗ്രൗണ്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ തന്ത്രങ്ങളുമായി ടീം ഇന്ത്യ കിരീടത്തിനായി ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ നീക്കം. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള സ്റ്റേഡിയം അല്ല എങ്കിൽ പോലും ആ പരിമിതികളെ മറികടക്കുക എന്ന വലിയ ആലോചനകളാണ്, വലിയ പ്രതീക്ഷകളാണ്. ഇനി എന്തായാലും കാത്തിരിപ്പിന് ദൈർഘ്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ നടപടികൾ? അക്ഷമരായി മണിക്കൂറുകൾ എണ്ണിക്കാത്തിരിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ T20 ലോകകപ്പ് 2026 ഫൈനൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുമ്പോഴേക്കും സാധ്യതകൾ കൂടുതൽ ഇന്ത്യക്കാണ് എന്നുള്ളതാണ് ക്രിക്കറ്റ് വിദഗ്ധരും അനലിസ്റ്റുകളും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏകദേശം 80,000-ഓളം കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ത്യ രണ്ടാമത് T20 ലോകകപ്പ് അടുപ്പിച്ച് നേടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതുവരെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് T20 ലോകകപ്പ് നേടിയിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട്. 2024 ഇന്ത്യയായിരുന്നു ജയിച്ചത്. 2026 ജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമാകും എന്നത് നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രം, ഇന്ത്യ അടുത്ത മത്സരം നാളെ ജയിക്കുകയാണെങ്കിൽ ഒരു ടീമും T20 ലോകകപ്പ് 2 വട്ടത്തിൽ കൂടുതൽ ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യ 2007 ലിഫ്റ്റ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ T20 ലോകകപ്പ് 2024 നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും 3 തവണ T20 ലോകകപ്പ് ഉയർത്തുന്ന രാജ്യം. എന്തായാലും പല പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് സൈഡിൽ രണ്ടും ഗംഭീരമായ ബാറ്റിംഗ് സൈഡാണ് എന്നത് തന്നെയാണ്. സെമി ഫൈനൽസിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ഇന്ത്യ പടുത്തുയർത്തിയ ടോട്ടലും ന്യൂസിലൻഡ് 13 ഓവറിൽ ചേസ് ഡൗൺ ചെയ്ത് 170 എന്ന ടാർഗറ്റ് 13 ഓവറിൽ ചേസ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ട് ടീമുകളും ശക്തരായ ബാറ്റിംഗ് സൈഡാണ്. എന്നാൽ ബൗളിങ്ങിൽ ചോദ്യചിഹ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ന്യൂസിലൻഡിലല്ല, കുറച്ച് ചോദ്യചിഹ്നങ്ങൾ ഏറെയുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് നമ്പർ 1 ബൗളറായ വരുൺ ചക്രവർത്തി സെമിയിൽ വഴങ്ങിയത് ഏകദേശം 61 റൺസാണ്. വരുൺ ചക്രവർത്തിയെ മാറ്റി പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അർഷ്ദീപ് സിംഗും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചുള്ള മത്സരങ്ങളിൽ 10 എക്കോണമിയിൽ ഏറെയായി റൺസ് വഴങ്ങുന്നുണ്ട്. അപ്പോൾ അർഷ്ദീപിനെ മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. പകരം കുൽദീപ് യാദവിനെയും മുഹമ്മദ് സിറാജിനെയും ടീമിൽ കൊണ്ടുവരാനുള്ള ഒരു കളി, ഒരു ടാക്ടിക്കൽ ഗെയിം ഇന്ത്യ കളിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വളരെ വിരളമായ മാറ്റിയെടുക്കാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും നിലവിലൊരു വിന്നിംഗ് കോമ്പറ്റീഷനിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഇന്ത്യ. അത് തകർക്കുമോ ഇല്ലയോ എന്നുള്ളത് നിർണായകമായൊരു ചോദ്യമാണ്. കാരണം ബൗളിങ്ങിൽ ഇന്ത്യയുടേതായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സൈഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയുന്നത്. പ്രതീക്ഷകൾ സഞ്ജു സാംസണിന് മേൽ തന്നെയാണ്. അടുപ്പിച്ച് 2 മത്സരങ്ങളിൽ ഒന്ന് 97 മറ്റൊന്ന് 89 അടിച്ച് ഇന്ത്യക്ക് ഒരു ഗംഭീരമായ തുടക്കവും ഇന്ത്യ വിജയത്തിലേക്ക് നയിക്കുന്നത് വരെ നമ്മൾ കണ്ടതാണ്. സഞ്ജുവിൽ നിന്നും മൂന്നാമത് ഒരു ഗംഭീരമായ ഇന്നിങ്സ് പ്രതീക്ഷിക്കുകയാണ് കാണികൾ എല്ലാവരും തന്നെ. അത് ഇന്ത്യ ഒട്ടാകെ തന്നെ 140 കോടി ജനങ്ങളും പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും ഫേവറേറ്റ്സ് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മഹാത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ നാളെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ കപ്പുയർത്തുന്ന കാഴ്ച കാണാം. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാർ കപ്പ് നേടില്ല എന്ന പാരമ്പര്യം അത് തിരുത്തുക എന്നതുകൂടി ആഗ്രഹിക്കുന്നു എല്ലാവരും. അങ്ങനെ ഇന്ത്യ കപ്പ് വാങ്ങുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നേരം വൈകുന്നേരത്തിന്റെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.